ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിനെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഓരോ ദിവസത്തെയും കബഡി പ്രശ്നം ലൈവായിട്ട് അവർ വിടട്ടെ, ജനം കാണട്ടെ. അതെ, ജനം നിന്റെ പ്ലക്ക് കാണാൻ ഇരിക്കുകയായിരുന്നു ലൈവിനകത്ത്. ആ പരനാറി ഇങ്ങനെയൊക്കെ കടന്ന് ചലച്ചിട്ട് നീ ചെയ്ത് കൂട്ടിയ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആ നാട്ടുകാർ നാട്ടുകാരോട് ചോദിച്ചാൽ അവര് കൃത്യമായി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇതേപോലെ കബഡി നിരത്തി ആളുകളുടെ ഭൂതം ഭാവി വർത്തമാനം പറയുന്ന ടീംസ് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് അവരുടെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ നോക്കിയിട്ടാണ്. നല്ലോണം ഇരിക്കുന്ന ഒരാൾ, ഇപ്പൊ ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ലാത്ത ഒരാൾ നേരെ കയറി ചെന്നിട്ട് സ്വാമി രക്ഷിക്ക്, അല്ലെങ്കിൽ പൂജാരി എനിക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തന്ത്രി എനിക്ക് കുഴപ്പമുണ്ട്, മനസ്സിലായോ, അല്ലെങ്കിൽ ചോദിച്ചാ എനിക്ക് വിഷയമുണ്ട്, ഉസ്താദ് എനിക്ക് കുഴപ്പമുണ്ട്. എനിക്ക് കുഴപ്പമുള്ളവനെ അവിടെ ചെന്ന് കുഴപ്പമുണ്ടെന്ന് പറയുന്നു. ഒരാളുടെ ബോഡി ലാംഗ്വേജ് അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു 10-30 വയസ്സുള്ള ഒരു ലേഡി ഒരു മകളോ മകനോ ആയിട്ട് ഒരു ജോത്സ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അയാൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡ് ഒരു എബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റഡ് ആയിരിക്കും, ഇവർക്ക് ഹസ്ബൻഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, അങ്ങനെ വിചാരിക്കും. ഇനി അതല്ലെങ്കിൽ ഇവരുടെ ബോഡി ലാംഗ്വേജും കാര്യമൊക്കെ കാരണം ചിലപ്പോൾ എന്ത് പ്രശ്നത്തിനാണ് മനുഷ്യൻ സാധാരണ ദൈവത്തിന്റെ അടുത്ത്, ശാരീരികം, സാമ്പത്തികം, ഇങ്ങനത്തെയൊക്കെ പ്രശ്നത്തിനല്ലേ പോവുക. ഇത് കണ്ടുപിടിക്കാനും ഇതൊരു തരം സൈക്കോളജിയാണ്, മനസ്സിലായോ. ഒരാളെ അതങ്ങട്ട് എന്താ പറയാ, മാനറിസം, അവരുടെ മൈക്രോ ആയിട്ടുള്ള അവരുടെ ബിഹേവിയർ ചേഞ്ച്, അവരുടെ മാനർ, ഇതൊക്കെ കണ്ട് അതിൽ നിന്നൊരു ഊഹാപോഹം ഉണ്ടാക്കി ഒരു കാൽക്കുലേഷൻ വെച്ച് വന്ന ആളോട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്നുവല്ലേ, ഹൈഷ് എന്താ കുടുംബത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, ആരോ നിങ്ങൾക്ക് പാര വെക്കുന്നുണ്ടോ, സാമ്പത്തികമായിട്ട് പണം വരുന്നുണ്ട്, പണം നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് അങ്ങോട്ട് ഉരുട്ടാൻ തുടങ്ങും. അപ്പൊ ഇത് പറയുമ്പോ തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഇത് എവിടെയെങ്കിലും ലൈഫിൽ കണക്ട് ആയിട്ടായിരിക്കും പാവങ്ങൾ അവിടെ പോയിരിക്കുന്നത്. ഇവരാണ് തുടങ്ങും, മക്കൾ പഠിക്കുന്നില്ലേ, മകനോ മകൾക്കോ റിലേഷൻ ഉണ്ടോ, ഹൈ ലഹരിയുടെ അടിമയാണോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കും. കൊള്ളാം, അടുത്ത കേൾക്കാം. നീചത്വം എന്ന് പറയുന്ന ഒരു സംഭവം ജാതകത്തിലുണ്ടെങ്കിൽ അവൻ കൃത്യമായി. ഹലോ, വെൽക്കം മിക്സ് മീക്കറപ്പ് സാർ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ജ്യോതിഷന്മാരും ഉടായ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെക്കാട്ടിയും ആസ്ട്രോളജേഴ്സിനെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നതിനെക്കാട്ടിയും ഈ ഒരു വ്യക്തി പറയണതിനെക്കാട്ടി ഒരുപാട് ഇപ്പോൾ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ, ആസ്ട്രോളജേഴ്സിനെ അല്ല, പണ്ട്, ഇപ്പോഴത്തെ അല്ല, ഇതിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പലവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, അപ്പോയിൻമെൻ്റ് എടുത്തത് വിട്ടിട്ടുണ്ട്. ചിലവർ മലപ്പുറത്ത്, ചിലവർ കോഴിക്കോട്, ഞാൻ ട്രിവാൻഡ്രത്താണ്, മനസ്സിലായില്ലേ. ഞാൻ ട്രിവാൻഡ്രത്തും കൊല്ലത്തും അങ്ങനെ മിക്സ് അങ്ങോട്ട്, മെയിനായിട്ട് കൊല്ലത്തുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, മനസ്സിലായില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ എന്തോന്ന്, ഇവരാരും എന്നെ കണ്ടിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെ കാര്യത്തെപ്പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ, മനസ്സിലായി. അതിൻ്റെ വീഡിയോ വരെ ഞാൻ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സൈക്കോളജി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, മറ്റത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്. ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഈ വ്യക്തി പണി അറിയാന്നുള്ള ആസ്ട്രോളജേഴ്സ് ഇവ എൻ്റെ അടുത്ത് തന്നെ വേണമെന്നില്ല, വേറെ ആരുടെ വേണം പോവാം. നമ്മളൊക്കെ പാവം പിടിച്ച് കഴിയുന്ന അതുപോലെയല്ല. ഇപ്പോൾ അത്യാവശ്യം അറിയുന്നുള്ളവരോ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എൻ്റെ സപ്പോസ് ഇനി ഭൂമിക്ക് എന്തെങ്കിലും കാക്ക മലന്ന് പറക്കണോ, എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ. നിങ്ങളെ കുടുംബക്കാരെ പറ്റി, നിങ്ങളെ നാട്ടുകാരെ പറ്റി, നിങ്ങളെ ചെയ്യുന്ന പണിയെ പറ്റിയും, നിങ്ങളിപ്പോൾ ചെയ്യുന്ന പണിയെ പറ്റിയും അല്ലെങ്കിൽ ഞാൻ എല്ലാം അങ്ങോട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീൽസ് പറയും, നിങ്ങൾക്കുള്ള അസുഖങ്ങളെ പറ്റിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണമെന്നൊന്നുമില്ല, അങ്ങോട്ട് പറഞ്ഞു തരാം. അത് ഞാൻ എല്ലാവരുടെ ഇതുപോലെ ഓൺലൈനായിട്ട് ഒരുപാട് അപ്പം എടുത്തിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും ഇവരാരും എൻ്റെ അടുത്ത് വരികയോ എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടില്ല. അവിടെ ശബ്ദം മാത്രം ഞാൻ കേൾക്കും. അപ്പം എടുക്കുന്ന അത് വാട്സപ്പിൽ കൂടിയാണ് നമ്മൾ അപ്പം എടുക്കുന്നത്, വെറും ചാറ്റിലൂടെ. എന്നിട്ട് മാത്രം നമ്മൾ ഈ ആസ്ട്രോളജി എന്ന് പറയുന്ന ശാസ്ത്രം വച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങ് പറയാറുണ്ട്, മനസ്സിലായില്ലേ. അതെല്ലാം നിങ്ങൾ ചുമ്മയാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലേ, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെപ്പോലെയുള്ള വേറെ ഏതെങ്കിലും ആളടുത്ത് നിങ്ങളൊന്ന് വന്നാൽ മതി, അപ്പം എടുത്ത് വന്നാൽ നിങ്ങൾക്ക് വിശ്വാസം വന്നോളും. അപ്പോൾ ഒരാൾ അങ്ങനെയാണെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല,
മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ സൈക്കോളജി എന്ന് പറഞ്ഞാലേ രണ്ട് അമേരിക്കയിലും ഇന്ത്യയിലും കിടക്കുന്ന രണ്ട് പേര് സൈക്കോളജി വർക്കാവില്ല. നിങ്ങൾ ഇവിടെ സൈക്കോളജി ആലോചിക്കണം. ഇവിടെ ഞാനിവിടെ അപ്പം എടുക്കുന്നതിലും ഒരു ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാവരും പുറത്തുള്ളവരാണ്. മനസ്സിലായില്ലേ? ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്തും കൊല്ലത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറത്താണ്. മനസ്സിലായില്ലേ? മലപ്പുറം, കോഴിക്കോട്, അങ്ങനെയാണ് കാസർഗോഡ്, അങ്ങനെ അത്രയും ദൂരമുള്ളവരൊക്കെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ സൈക്കോളജി എന്ന് പറയുമ്പം അത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ചോദിക്കാറൊന്നുമില്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ ശീലമുള്ളൂ. അങ്ങനെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ശാസ്ത്രം എന്തോന്നാണ്, ഈ ശാസ്ത്രത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തോന്നാണ്, ഇത് നല്ലതാണ്, ഇത് എന്തോന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിനെപ്പറ്റി പറയുക. അതാണ് എനിക്ക് പറയാനുള്ളത്, വേറൊന്നുമല്ല. ഓക്കെ, വേറൊന്നുമല്ല. ഇനി സീക്രട്ട് ഏജൻറ്റിനെ പോലെ എന്തോന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, സീക്രട്ട് ഏജൻറ്റ് ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഉടായിപ്പാണ്, കള്ളന്മാരാണെന്ന്. അപ്പോൾ അങ്ങനെ ചലഞ്ചിന് വേണ്ടി വരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്തോന്ന് ചെയ്യാം, നിങ്ങളുടെ നമ്പർ, നിങ്ങളെ മെസ്സേജ് അയക്കേണ്ട നമ്പർ, ഇല്ലെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾ അതിൽ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന വീഡിയോ, നിങ്ങൾ ഏത് രാജ്യം ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, USA ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? ഏത് ജില്ല ആയിക്കോട്ടെ, നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന വീഡിയോ ഞാൻ ഈ ചാനലിലിടും. ഈ പെർമിഷൻ തന്നു കഴിഞ്ഞാൽ സീക്രട്ട് കഴിഞ്ഞാൽ പോലെ ഉള്ള ആരായിരുന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, ഇയാളെന്ന് പറയുന്ന സെലിബ്രിറ്റിയാണ്. അപ്പോൾ സെലിബ്രിറ്റിയുടെ കാര്യമൊക്കെ എക്സ്പോസ്ഡ് ആണ് എല്ലാവർക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നാ പറയും, നിനക്ക് അവനെ പറ്റിയെല്ലാം അറിയാമല്ലോ, അതുകൊണ്ടല്ലേ നീ പറയുന്നതെന്നൊക്കെ പറയും. അവരുടെ കുടുംബകാര്യത്തിനെ പറ്റിയൊക്കെ അറിയാമല്ലോ, അവർ എക്സ്പോസ്ഡ് അല്ലേ സെലിബ്രിറ്റീസ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ ഞാനങ്ങനെ ഒന്നും മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതുപോലെ സീക്രട്ട് ഏജൻറ്റിനെ പോലെ നിങ്ങൾക്കും സംശയമുണ്ട്, ആസ്ട്രോളജി തെറ്റ്, ഇല്ലെങ്കിൽ എന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആർക്കായാലും, ഇല്ലെങ്കിൽ ലോകത്തുള്ള ഏത് അസ്ട്രോളജിസ്റ്റ് ചലഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ആർക്കായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്തോന്നേ നിങ്ങളെ നമ്പറും വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറും അപ്പോയിൻമെൻ്റ് എടുക്കുന്ന നിങ്ങളെ റെക്കോർഡ്, വോയിസ് റെക്കോർഡ് എല്ലാം എന്തോ ചെയ്യും ഈ ചാനലിലൂടെ വിടും. മനസ്സിലായി? നിങ്ങളെ പറ്റിയുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ് തന്നെ വീഡിയോ ഇടും. എന്നിട്ട് നിങ്ങൾ പറയണം, എന്നിട്ട് നിങ്ങളെ ശാസ്ത്രം കൊണ്ടുവേണം. നിങ്ങൾ എവിടെ നിന്നോ ശാസ്ത്രം തപ്പിക്കോ, ChatGPT, ജെമിനിയോ, ഗൂഗിളോ, ക്രോമോ, എവിടെ പോയെന്നാലും ഞാൻ ഈ പറയുന്നത് എങ്ങനെയാണോ നിങ്ങളൊന്ന് പറയണം. സൈക്കോളജി വെച്ചിട്ടാണോ, ഇല്ലെങ്കിൽ ലോകത്തുള്ള എത്രയോ വലിയ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചോ. ചിലവർ പറയും ഹിപ്നോട്ടിസ്റ്റാണ്, മെൻ്റലിസ്റ്റാണ്. എന്നാൽ നിങ്ങൾ അവരെയും കൂടെ കൊണ്ടുപോയിക്കോ. അവന്മാരത്തും പോയി ചോദിച്ചു നോക്ക്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇല്ലെങ്കിൽ എവിടെ നിന്നായാലും നിങ്ങൾ, എനിക്ക് എത്ര ലോകത്തുനിന്ന് എവിടെ നിന്ന് നിങ്ങളത് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രം. മനസ്സിലായില്ലേ? നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾ പറയണം, എക്സ്പ്ലനേഷൻ പറയണം. ഇതിനുള്ള നിങ്ങളെ കാര്യം ഞാൻ ഇത്രയും ദൂരെ കിടക്കുന്ന ഞാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ കൃത്യമായ സയൻറ്റിഫിക് പ്രൂഫ് അടക്കം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുക. അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ സത്യം പറഞ്ഞ് ചാനൽ ഡിലീറ്റാക്കി ഞാൻ പോവും. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ശാസ്ത്രപരമായ തെളിവുകൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെതിരെ, മനസ്സിലായി? സൈക്കോളജിക്കെങ്കിൽ സൈക്കോളജി, ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ ഈ മെൻ്റലിസവും ഹിപ്നോട്ടിസവും അതേപോലെ മാജിക്കും ഒക്കെ പഠിച്ച ആളാണ്. അപ്പോൾ ചിലവർ അത് വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇതാണ് കാര്യം. ഞാൻ അങ്ങനെ കുറേ പറ്റിക്കാൻ നോക്കുന്നുണ്ടെന്നൊക്കെ. ഈ മെൻ്റലിസം, ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന മായാജാലം പോലെയൊന്നും അല്ല, അത് എക്യുപ്മെൻറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം മാജിക് പോലെ തന്നെയാണത്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ മാത്രമാണ് കുറച്ച് അത് മാത്രമുണ്ട് സൈക്കോളജിക്കലി ചെയ്യുന്ന പരിപാടി. ബാക്കിയൊക്കെ മെൻ്റലിസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതൊക്കെ പഠിച്ചവർക്ക് അറിയാം. മനസ്സിലായില്ലേ? അത് അവരുടെ ചോദിച്ചാൽ മതി എന്താണ് കാര്യമെന്ന്. ഈ പാവ അനങ്ങുന്നതും ഇപ്പോൾ ഒരാൾക്ക് തൊടുമ്പോൾ മറ്റൊക്കെ ടച്ച് ഫീൽ ചെയ്യുന്നതും ഇതെല്ലാം എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടെയും മാജിക്കിൻ്റെ ഏകദേശം ചെയ്യുന്നതാണ്. മൈൻഡ് റീഡ് ചെയ്യുന്ന കാര്യമായാലും എല്ലാം. നിങ്ങൾ വേണമെങ്കിൽ ചിരിക്കും, അയ്യോ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇവന്മാർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അത്രയും ഫണ്ണിയാണ് അതെല്ലാം.